ഹലോ, അപ്പൊ നമ്മുടെ ചാനലിന്റെ അടുത്തൊരു വീഡിയോയിലോട്ട് അയ്യോ ആരുമില്ലേ, എല്ലാവരും ഭയങ്കര തിരക്കിലാണ്. അണ്ണാ കുഞ്ഞുമായിട്ട് കളിക്കണ ഒരേ തിരക്കിലാണ് എല്ലാവരും. അതുകൊണ്ട് സ്വാഗതമൊന്നും ആരും പറയുന്നില്ല. ഇവിടെ ഇവിടെ തലയിലൊക്കെ കേറിയോ? ഇതാ ഇവിടെ നമ്മുടെ ചക്കരക്കുട്ടൻ ഇതാ കണ്ടോ. പൈമോനെ തിന്നുന്നുണ്ടോ? അതാ ബിസ്ക്കറ്റ് തിന്നു പിടിക്ക പിടിച്ചോ പിടിച്ചോ എന്റെ അതിന് പിടിച്ച്. അപ്പൊ രാവിലെ അടിച്ച് ആർക്കും ഭക്ഷണം കൂടെ വേണ്ട, എല്ലാവരും അണ്ണാ കുഞ്ഞിന്റെ പിന്നാലെയാണ് കളിക്കണവര്. ഇക്കാക്ക് പിന്നെ ഇക്കാക്ക് ജീവനാണ് കേട്ടോ. ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൈമ ബിസ്ക്കറ്റ് എടുക്കുന്നത്. ബിസ്ക്കറ്റ് എടുക്കും പൈമ തിന്നണ്. പൈമ തിന്നണ്ടടാ, കൊടുക്ക്. ആള് ഉഷാറായില്ലേ? ഞങ്ങളുടെ അണ്ണാ കുഞ്ഞ് കുറച്ച് ഉഷാറായില്ലേ? ഞങ്ങളുടെ അടുത്ത് കിട്ടിയപ്പോ നല്ല പറ്റ ശോഷിച്ച പോലെ ആയിരുന്നു. അപ്പൊ ബിസ്ക്കറ്റും പാലും ഒക്കെ കൊടുത്ത് ആളിനെ ഉഷാറാക്കിയിട്ടുണ്ട്. ഒരു എന്താ അയഞ്ഞിരിക്കുന്നത്? ഇന്ന് അവളുടെ സ്കൂളില് ആനുവൽ ഡേ ആണ്. അപ്പൊ നമ്മള് വീഡിയോ ചെയ്യുന്നതാണ് ആനുവൽ ഡേന്റെ. അതാണോ വൈകുന്നേരമാണ്. ഇക്കാക്ക് ഭയങ്കര ജീവനാട്ടോ. ഞങ്ങൾക്ക് ആദ്യം ഒരു അണ്ണാൻ കുഞ്ഞിനെ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഞങ്ങൾ കുഴമന്നത്ത് പോയപ്പോ ജ്യൂസ് കുടിക്കുന്ന വീഡിയോ നിങ്ങൾ എല്ലാരും കണ്ടില്ലേ? അവിടെ പോയപ്പോ ആ കടയ്ക്ക് കയറി അണ്ണാനെ അവിടത്തെ പയ്യൻ പിടിച്ചതാ. അപ്പൊ കുഞ്ഞു വേണമെന്ന് പറഞ്ഞപ്പോ അങ്ങനെ കൊടുത്തതാ. പക്ഷെ അത് ഇണക്കുണ്ടായിരുന്നില്ല. ഇവിടെ കൊണ്ടുവന്നപ്പോ തീരെ ഇണങ്ങണൊന്നുമില്ല. അപ്പൊ ഞാൻ പറയുന്നുണ്ട് കുറച്ച് വലുതായി അത്. അപ്പൊ ഇക്ക അതിനെ വിടാം, നമുക്ക് പിടിച്ചു വെക്കണ്ട, അതിനെ വിടാൻ പറയുമ്പോ ഇക്ക അതിനെ മുടക്കിക്കൊണ്ടേ ഇരിക്കായിരുന്നു. ഇക്കൊക്കെ വിടാൻ മനസ്സില്ല, ഇക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതിനെ ഞങ്ങൾ ഒഴിവാക്കി. പക്ഷെ അവിടെ നിന്ന് അത് പോയി എന്നാണ് കേട്ടത്. വേറൊരാൾക്ക് കൊടുത്ത് അവിടെ നിന്ന് അവൻ രക്ഷപ്പെട്ട് പോയി എന്നാ പറഞ്ഞ്. അങ്ങനെ ഇരിക്കുമ്പോ അന്നത്തെ ദിവസം തന്നെ ഞങ്ങൾക്ക് ഇവനെ കിട്ടി. അപ്പൊ ഇവൻ നല്ല ഇണക്കാട്ടോ ഞങ്ങളുടെ കൂടെ. അപ്പൊ നല്ല മനസ്സിന് നല്ല ആശ്വാസമാണ്. കുറച്ചു നേരം വേണ്ട എല്ലാവരും കൂടെ കുറച്ചു നേരം അവന്റെ കൂടെ ഇങ്ങനെ കളിക്കും. തിന്നില്ല. നീ വളവാൻ നിനക്കുള്ള വളവാൻ ഞാൻ. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ അണ്ണാൻ കുഞ്ഞിന്റെ ഭക്ഷണം. ഇപ്പൊ ഇത് മാത്രമാണ് കൊടുക്കുന്നത്. വെറും പാല് കൊടുക്കുമ്പോ അവൻ കുടിക്കുന്നില്ല കേട്ടോ. പാലില് ബിസ്ക്കറ്റ് ഇങ്ങനെ കുറുക്ക് പോലെ കലക്കി കൊടുക്കുമ്പോ നല്ല കുടിക്കുന്നുണ്ട്. വെറും പാല് കൊടുത്ത ആള് കുടിക്കണേ ഇല്ല. അപ്പൊ അങ്ങനെ ബിസ്ക്കറ്റ് തന്നെ കൊടുക്കണ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ഫൈമോന്റെ കൂടെ കളിക്കണം. ഫൈമോന് പേടിയുണ്ട്, ഫൈമോനെ എടുക്കണം എന്നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ അതിങ്ങനെ മേലെ കൂടെ പിടിച്ച് കയറുമ്പോ അതിന്റെ നഖങ്ങൾ തട്ടുമ്പോ അവനിക്കൊരു പേടി. അവനെന്തോ ചെയ്യണ്, മാന്തണ് എന്നുള്ള ടെൻഷൻ കാരണം അവനങ്ങനെ എടുക്കുന്നില്ല. അപ്പൊ നിലത്ത് വിട്ടിട്ട് ഇങ്ങനെ കളിക്കും കേട്ടോ. അവനിങ്ങനെ പോവും, അപ്പൊ അവന്റെ പിന്നാലെ ഇതും പോവും. അപ്പൊ അങ്ങനെ കളിക്കും. രാവിലെ എണിച്ച എപ്പോഴും ഇതായിരിക്കും കേട്ടോ. ചായ കുടിച്ചു കഴിഞ്ഞാൽ സ്കൂളില്ലെങ്കിൽ അവരിങ്ങനെ അണ്ണാൻ കുഞ്ഞിന്റെ കൂടെ കളിക്കാന്ന് പറഞ്ഞിട്ട് കളിക്കും. നല്ല രസമാണ് കേട്ടോ. എന്റെ കൂടെ കണ്ടാൽ ഞാൻ കാല് വെച്ചു കൊടുത്തതാണ് കയറുമെന്ന് നോക്കാന്. അപ്പൊ കേറിയില്ല. കൈ വെച്ചപ്പോ മനസ്സിലായി, കയ്യിലേക്ക് വേഗം കയറിയ ആള്. അപ്പൊ ആള് ഉഷാറായി വരുന്നിട്ടുണ്ട്. പറ്റ ഒരു വയ്യാത്ത പോലെ ശോഷിച്ച പോലെ ആയിരുന്നു ആള്. ഇപ്പൊ നല്ല ഉഷാറായിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല. അപ്പൊ ഒരേ കളിയാണ് കേട്ടോ. അവന്റെ കൂടെ മേലെ വിട്ട് അവൻ കേറി അങ്ങോട്ടും പോകും. എനിക്ക് പേടിയാണ്. ഡ്രസ്സിന്റെ ഉള്ളിൽ പോകും. ഇനിയിപ്പോ തലയിലൊക്കെ കയറുന്നത് എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ആയിക്കോട്ടെ, പിന്നെ എപ്പോ എടുത്താലും അവനിക്ക് ഉമ്മ വേണം അതിന്റെ. എനിക്ക് ഉമ്മ തന്നെ. കുഞ്ഞുണ്ടോ? കുഞ്ഞു പരിസരത്ത് കുഞ്ഞിന് നല്ല ടെൻഷനാണ്. അണ്ണാനെ അങ്ങോട്ട് വിട്ടാ പിന്നെ അവൾ ആ ചെയറിലങ്ങോട്ട് കയറി അങ്ങോട്ട് ഇരിക്കും. കാരണം അവൾക്ക് പേടിയാ. ഓടി വന്ന് കയ്യോ കാലിൽ കയറിയ ഭയങ്കര പേടിയാ. പക്ഷെ വൈകുട്ടന് പേടിയില്ല കേട്ടോ. വൈകുട്ടൻ തൊട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ടോ, പിന്നാലെ നടക്കും. വരുമ്പോ ഭയങ്കര ഒരു നല്ല പോലെ ഒരു ഉഷാർ കമ്മി ഉണ്ടായിരുന്നു ആൾക്ക് കയ്യിൽ കിട്ടുമ്പോ. ഇപ്പൊ അത്യാവശ്യം നല്ല ഉഷാറായിട്ടുണ്ട്. ഇതാ
അപ്പൊ അതാ അങ്ങനെ അണ്ണാങ്കുഞ്ഞുമായിട്ട് കളിയൊക്കെ കഴിഞ്ഞു. ഇനി നനച്ചുകുളി പണിന്റെ ബാക്കിയുണ്ട്. റൂം ഹാള് മാത്രമേ ചെയ്തിട്ടുള്ളൂ, അടുക്കള തൊട്ടിട്ടില്ല. അപ്പൊ ഇന്ന് എന്തായാലും അടുക്കള ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങി. അടുക്കള അപ്പൊ മൊത്തം വലിച്ചു വാരിയിട്ടിരിക്കാണ്. ഫൈമ കൊണ്ട വെളിയിൽ ഇരുന്നിട്ട് ചായ കുടിക്കാണ് കുട്ടി. എല്ലാം വലിച്ചു വാരി, പാത്രങ്ങളാണെങ്കിൽ എല്ലാം അങ്ങോട്ട് പുറത്തിട്ട് ഇന്നിപ്പോ എന്തായാലും അടുക്കള വൃത്തിയാക്കിയേ പറ്റൂ. ഇനിയിപ്പോ എന്തായാലും നോമ്പാവാറായില്ലേ, അപ്പൊ വീയാന്ന് പറഞ്ഞിട്ട് ഇരുന്ന കാര്യമില്ല, അടുക്കള വൃത്തിയാക്കാം. അപ്പോഴേക്കും പിന്നെ ഞാൻ അങ്ങോട്ട് എല്ലാം വലിച്ചിട്ടത് എന്റെ അക്കാക്ക് പെയിന്റ് അടിക്കണം എന്ന് തോന്നി. അപ്പൊ നമുക്ക് ഇവിടെ ഒരു വീട് പണിയെടുത്തിട്ട് പെയിന്റ് അടിച്ചപ്പോ അതിലെ കുറച്ച് ബാക്കി പെയിന്റുകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓരോരോ കളറാണ്. അപ്പൊ ഞങ്ങൾ ഓരോരോ കളർ വെച്ച് ഒപ്പിക്കുകയാണ് കേട്ടോ. അപ്പൊ ഓരോരോ ഒരു കളർ അങ്ങനെ ഡിസൈൻ ഞങ്ങളുടേതായ കലാവിരുദ്ധ ഞങ്ങൾ ചെയ്യണ്. എന്തായാലും അത് മൊത്തം വൈറ്റ് സിമെന്റ് ആയിരുന്നു. അപ്പൊ നല്ല ചളി എല്ലാം ഉണ്ട്. അപ്പൊ എന്തായാലും ചളിയൊക്കെ പോയി ഒന്ന് ക്ലീൻ ആവുമല്ലോ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അടുക്കളന്റെ കളറുകൾ ഉണ്ടോ, ഒരവിടെ പച്ച, ഒരവിടെ മഞ്ഞ, താഴെ ബ്ലാക്ക്, അങ്ങനെ എല്ലാം ഉള്ളത് കൊണ്ട് ഞങ്ങളൊരു ഡിസൈൻ ആക്കി അടുക്കള അങ്ങോട്ട് ഉഷാറാക്കിയിട്ടുണ്ട്. ഞാനും പാടെ തന്നെയാണ് അടിച്ചത്. അപ്പൊ അടുക്കള എന്തായാലും വലിച്ചിടുകയല്ലേ, അപ്പൊ നമുക്ക് അതോടുകൂടെ അടുക്കള അടിക്കാന്ന് പറഞ്ഞിക്കാം. അങ്ങനെ നിന്ന് ആ കുഴപ്പമില്ല എന്നാ പിന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെയ്ത് അടുക്കള നീറ്റ് ആക്കിയിട്ടുണ്ട്. കളറ് കുഴപ്പമില്ല കേട്ടോ, ഭംഗിയുണ്ട്. മൊത്തത്തിൽ അടിച്ചു വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ പാത്ര സ്റ്റാൻഡൊക്കെ എടുത്തിട്ടു, അതൊക്കെ ഒന്ന് കഴുകി. അതൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ, കാരണം ആരും എടുത്തുതരാൻ ഇല്ലല്ലോ. കാരണം എനിക്കും പണിയിലാണ്, ഞാനും പണിയിലാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇടയിൽ കൂടെ വന്നിട്ട് ഞാൻ ഓരോരോ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ പാത്ര സ്റ്റാൻഡൊക്കെ കെട്ടി റെഡിയാക്കി രണ്ടാളും പാടെ. പിന്നെന്താ, പാത്രങ്ങളൊക്കെ അടുക്കി വെച്ചു, ഗ്യാസ് എല്ലാം തുടച്ച് പാത്രങ്ങളൊക്കെ ഇതാക്കി. പിന്നെ കുപ്പി പാത്രങ്ങളെല്ലാം തന്നെ കഴുകി എല്ലാം തുടച്ച് നീറ്റാക്കി അങ്ങോട്ട് കയറ്റിയിട്ടുണ്ട്. പിന്നെ സമയമായിട്ടോ, സമയം ഏകദേശം 3 മണിയോടെ ആയിട്ടുണ്ട്. ഫുഡ് കഞ്ഞി വെച്ചു കേട്ടോ, വേറെ ഒന്നും ഉണ്ടാക്കിയില്ല. കഞ്ഞി വെച്ചിട്ട് അച്ചാറുണ്ടായിരുന്നു. അപ്പൊ കഞ്ഞി അച്ചാറും കഴിച്ചു. ഇനിയിപ്പോ കുളിക്കാൻ ഇവിടെ നമുക്ക് കിണറ്റില് വെള്ളം കുറവാണ്. അപ്പൊ കുട്ടികളും ഇക്കയും പാടെ കനാലിൽ പോവും. ഞാൻ പോകുന്നില്ല, കാരണം എനിക്ക് പനി. കനാലിൽ ഈ ഉച്ച സമയത്ത് പോയി വെയിൽ കൊണ്ടിട്ട് നീരിറക്കം മാറുന്നേ ഇല്ല. അപ്പൊ ഞാൻ പോകുന്നില്ല. അപ്പൊ കണ്ട നീറ്റാക്കിയിട്ട് ഫൈമോ കാണിച്ചെടുക്കുമ്പോ പറഞ്ഞിട്ട് കാണിക്കാണ്. വീട് ചന്തായി പറഞ്ഞിട്ട് അവർക്ക് നല്ല സന്തോഷം. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അണ്ണാൻകുഞ്ഞ് ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞില്ലേ. കണ്ടോ, കഴിക്കുന്ന കണ്ടോ. നല്ല വിശന്നാലാണ് ആള് നല്ല ഇങ്ങനെ കുടിക്കും. കണ്ടോ, വെറും പാല് കൊടുത്താൽ കുടിക്കില്ല കേട്ടോ, ബിസ്ക്കറ്റ് കളിക്കാൻ നല്ല കുടിക്കും. കണ്ടോ, കയ്യിന്ന് കുടിക്കുന്നു. നല്ല സ്നേഹമായിട്ട്, നമുക്ക് സ്നേഹമായി, ഇങ്ങോട്ടും സ്നേഹമായി. എന്തായാലും എന്റെ ദേഹത്ത് വീണ് നമ്മളെ തേടി വന്നതാണ്. മറ്റേത് പറഞ്ഞാൽ പിടിച്ചതായിരുന്നു അതിനെ. അപ്പൊ അത് സങ്കടം കൊണ്ട് വിടണം പറഞ്ഞിട്ട് ഇരിക്കായിരുന്നു. പിന്നെ അത് തനിയെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അപ്പോ നമ്മുടെ വീഡിയോ അത്രയ്ക്കേ ഉള്ളൂ. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ആരും സപ്പോർട്ട് ചെയ്യാതെ പോവരുത്. അപ്പൊ നമ്മുടെ വീഡിയോ അത്രയ്ക്കേ ഉള്ളൂ ഇന്നത്തെ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ അത്രയ്ക്കുള്ള അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ചക്കര ടാറ്റ. വീഡിയോ കാണണം കേട്ടോ. ഞാനുണ്ട് കേട്ടോ. ടാറ്റ.